ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അതെ, ഇത് താൻ കഴിക്കണമെങ്കിൽ ഞാൻ ഈ ഭക്ഷണം കഴിക്കാം. താനൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അല്ല, ഞാൻ കഴിച്ചു. താനിത് കഴിച്ചാ ഞാൻ എന്റെ വാശി ഉപേക്ഷിക്കാം, ഇല്ലെങ്കിൽ ഇതങ്ങ് തുടരും. എന്തു പറയാനും നമുക്ക് എളുപ്പാ, പക്ഷേ ചുറ്റുമിരുന്ന് കേൾക്കുന്നവരുടെ മാനസികാവസ്ഥ കൂടി നമ്മൾ നോക്കണം. വിട്ടുകളയച്ച ചെറിയമ്മ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെയല്ലേ? പറയുന്നതിലൊരു അർത്ഥം ഉണ്ടാവില്ല എന്നാ പറയാതിരിക്കോ? അതുമില്ല. ഓ, പ്രിയങ്കയ്ക്ക് നല്ല വിശപ്പുണ്ടല്ലേ? എന്താന്നറിയില്ല, ഇന്ന് നല്ല വിശപ്പ്. ഭക്ഷണത്തിന് നല്ല സ്വാദ്. അല്ലെങ്കിലും ഭക്ഷണത്തിനോട് വിരോധം കാണിക്കാൻ പാടില്ല എന്നാ എന്റെ പോളിസി. കൺമുന്നിൽ ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ട് അത് ആസ്വദിച്ച് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്ത് ജീവിത, അല്ലേ അച്ഛാ? അത് പറഞ്ഞത് ഏറെക്കുറെ ശരിയാ. എടുത്തുവെച്ച ഭക്ഷണം ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നതും സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റുന്നതുമാണ് ഒരാൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ സ്വത്ത്. എന്താടോ, എന്തു പറ്റിയത് എനിക്ക്? എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടോ തനിക്ക്? ഏയ്, ഒന്നുമില്ല. എന്തോ ഒരു ഗ്യാസ് കയറിയ പോലെ. ഞാൻ കുറച്ച് ജീരകവെള്ളം എടുത്ത് കുടിച്ചിട്ട് വരാം. ഞാനും വരാം. വേണ്ട, കിടന്നു. ഞാനിപ്പോ വരാം. വരുൺ, എന്താമേ? നിന്റെ തലവേദന മാറിയില്ലേ? എഴുന്നേറ്റ് വാ, ഞാൻ ഭക്ഷണം എടുത്തു തരാം. ഇതെന്തിനാ അമ്മ ഇങ്ങനെ നിർബന്ധിക്കുന്നത്? ഒരു ദിവസം ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചു പോവോ? ദേ, ആവശ്യമില്ലാത്തൊന്നും പറയണ്ട. വന്ന് കഴിക്കാനല്ലേ പറഞ്ഞത്? അമ്മ പോയി കിടക്കാൻ നോക്ക്. എത്ര നിർബന്ധിച്ചാലും എനിക്കിന്ന് ഭക്ഷണം വേണ്ട. അമ്മ എല്ലാവരും നല്ല ഉറക്കത്തില്ല. വെറുതെ ഓരോരുത്തരായി വിളിച്ചുണർത്താൻ നിൽക്കണ്ട. ചെന്നിരുന്ന് ഉറങ്ങാൻ നോക്ക്. ചെല്ലമ്മേ. എടാ, ഓ അമ്മേ, പോയി കിടന്ന് ഉറങ്ങ്. മുത്തശ്ശി, ഞാൻ നിരാഹാരം ഇരിക്കുന്ന ഒരു കാര്യമുള്ളതുകൊണ്ടാ. മുത്തശ്ശി എന്തിനാ എനിക്ക് കൂട്ടിയിരിക്കുന്നത്? ഞാൻ നിനക്കാണോ കൂട്ടിരിക്കുന്നേ? നീ എന്റെ മുറി വന്ന് എനിക്ക് കൂട്ടിരിക്കയല്ലേ?
നീ വേണമെങ്കിൽ എണീറ്റ് വെക്കും. മുത്തശ്ശി അത് ഭക്ഷണം കഴിക്കണ്ടേ? ഇല്ല, നിനക്ക് ഇറങ്ങാത്ത വറ്റ് എനിക്കും വേണ്ട. മുത്തശ്ശി, എന്തിനാ നിങ്ങൾ എല്ലാവരോടും എന്നെ പരീക്ഷിക്കുന്നത്? ഇനിയും ഭക്ഷണം കഴിക്കാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ ഞാൻ ഈ രാത്രി തന്നെ ഇവിടെ നിന്ന് ഇറങ്ങി എന്റെ വീട്ടിലേക്ക് പോകും. ഞാൻ അനുഭവിക്കുന്ന വിഷമം എന്താണെന്ന് എന്തേലും ഒരു കണക്കുണ്ടോ നിങ്ങക്ക്? എത്ര നല്ലത് ചെയ്താലും ഒടുവിൽ ദുഷ്പേര് മാത്രമേ എനിക്കുള്ളൂ. കണിമംഗലത്തിന് ഞാനിപ്പോ ഒരു ശാപ. അതിലിപ്പോ ആകെ എനിക്ക് ചെയ്യാവുന്നത് എന്റെ ഈ ജീവിതം അങ്ങ് അവസാനിപ്പിച്ച് കളയാന്നുള്ളതാ. അത് ചെയ്ത് കളയണോ ഞാൻ? ദേ, ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞു പോരുത്. നോക്ക്, എന്നോട് അല്പമെങ്കിലും ദയവ് മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ ഈ ഭക്ഷണം എടുത്ത് കഴിക്കണം. ശരി. അതെ, ഇത് താൻ കഴിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഭക്ഷണം കഴിക്കാം. താനും ഒന്നും കഴിച്ചിട്ടില്ലല്ലോ. അല്ല, ഞാൻ കഴിച്ചു. താൻ ഇത് കഴിച്ചാ ഞാൻ എന്റെ വാശി ഉപേക്ഷിക്കാം, ഇല്ലെങ്കിൽ ഇതങ്ങ് തുടരും. കഴിച്ചോ മോളെ? മുത്തശ്ശി, കഴിക്ക. മതി, ഇത്രയെങ്കിലും താൻ ചെയ്തല്ലോ. കഴിഞ്ഞോ നിന്റെ വാശി? അല്ല, മുത്തശ്ശി എന്നെ തോൽപ്പിക്കാൻ നിൽക്കല്ലേ? ചാവെന്ന് പറഞ്ഞ് വേറൊരാളും. മുത്തശ്ശി കഴിച്ച്.